കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം മഹത്വതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും രാജാക്കന്മാർക്കധിപനുമായ അവിടത്തേക്ക് ഇന്ന് പകലിലും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല. ദാവീദ് പറയുന്നു, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കും. സൈന്യത്തിലല്ല തൻ്റെ ബലം, ആൾക്കൂട്ടത്തിലല്ല, മറ്റെങ്ങും തന്നെ ആശ്രയിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് ഒരിടത്ത് വായിക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മറ്റൊരിടത്ത് എഴുതിയിരിക്കും. ഇവിടെ പറയുന്നു, എൻ്റെ ബലം എൻ്റെ കർത്താവിനാണ്. മറ്റൊരു ഭാഗത്ത് തിരുവെഴുത്ത് ഇങ്ങനെ കാണിക്കുന്നു, യഹോവയെ കർത്താവ് എൻ്റെ ബലമാണ്. സ്തോത്രം. ഓരോരുത്തന്മാരും പറയുന്നതാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കും. സഹോദരങ്ങളെ, ബലം ക്ഷയിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, കർത്താവിൻ്റെ ബലമായി, എൻ്റെ ബലമായ യഹോവേ, ഞാൻ സ്നേഹിക്കും. ശക്തി ചോർന്നു പോയപ്പോഴാണ്, ശരീരം ബലഹീനമായപ്പോഴാണ് പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയും തികഞ്ഞു. ലിപിലേഖനത്തിൽ പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആ ബലമേറ്റെടുത്ത പൗലോസ് പറയുക, ഞാൻ സകലത്തിലും സകലത്തെ ഓട്ടം ചെയ്യാൻ ഉള്ള ബലമാണ് ദൈവത്തിന് അമിത ബലം, അത്യന്ത ശക്തി, അളവറ്റ വലുപ്പം. ഈ പ്രഭാതത്തിൽ അവിടുത്തെ ബലം നമുക്ക് ആവശ്യമാണ്. അറിയുന്നവർ പറക്കത്താതെ ഈ ബലമിലേക്ക് നിൽക്കാം. അവിടുത്തെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അവിടുത്തെ പ്രശംസ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അവിടുത്തെ ഇടപെടലുകൾ എല്ലാ നിമിഷവും ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. എത്ര പേർ ആഗ്രഹിക്കും? നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. ഇന്നലകളിൽ നടക്കി ഇന്ന് നമ്മുടെ ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവം അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഒരു ദിവസം നടത്താമെന്ന് പറഞ്ഞ കർത്താവിനെ അല്ല നമ്മൾ സേവിക്കും. എല്ലാ കാലത്തും എല്ലായിടത്തും ജയത്തോടെ അവിടെ നമ്മൾ എത്തും. ശത്രുക്കളുടെ മുമ്പാകെ നേഴ്ചയൊരുക്കും, ശത്രു കാണുക വിരുന്നൊരുക്കും. എപ്പോഴും നമ്മുടെ കൂടെ. ദാവീദ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവമാണ്. വ്യക്തിപരമായി പറയാൻ കഴിയണം, അവിടുന്ന് എൻ്റെ ദൈവമാണ്. ഞാൻ ഞങ്ങളുടെ മുഖമധികാരത്തെ അന്വേഷിക്കും. ഒരു ദൈവത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം, എല്ലാത്തിലും ആരംഭിക്കണം, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. 63 വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിനാണ് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നോക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ബലം എനിക്കൊന്ന് കാണണം, ദൈവത്തിൻ്റെ മഹത്വം എനിക്കൊന്ന് കാണണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? ആ ഗ്ലോറി, ആ ദൈവ തേജസ് എനിക്കൊന്ന് വ്യക്തമായി അനുഭവിക്കാണ്ട് ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന അവിടുത്തെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ബുദ്ധി വെളിപ്പെടുകയാണ്. കർത്താവിൻ്റെ വരവ് പ്രിയതയെ ഏറ്റവും അടുത്തിട്ട് ലോകസംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുമ്പോൾ അവിടുത്തെ വരവിനായി നമുക്ക് ഒരുങ്ങാം. കുഞ്ഞാടിൻ്റെ കല്യാണം പങ്കുവയ്ക്കുക, അവൻ്റെ കാന്തിയിൽ തന്നെത്താനൊരുക്കുക, തന്നെത്താനൊരുങ്ങ, മറ്റാരുമല്ല നമ്മൾ തന്നെ ഒരുങ്ങും. വചനപ്രകാരം ഈ ദിവസങ്ങളിൽ നമുക്ക് ജപിക്കാം. ലോകത്തിൻ്റെ കളങ്കം പറ്റാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാം. അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ, നീതിമാൻ ഇത് നീതി ചെയ്യട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അവിടുത്തെ ശബ്ദം എല്ലാ ദിവസവും നമ്മുടെ കാതുകൾ മുഴങ്ങണം. അവിടുത്തെ വരവെങ്കിൽ നമുക്ക് കാണും.
എല്ലാ കുടുംബങ്ങളും അവിടെ കാണും. ധൈര്യത്തോടെ യേശു പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ഹോബിയെ സേവിക്കും. ഈ ദൈവത്തെ വിട്ട് ഞങ്ങൾ പുറകോട്ട് പോവില്ല എന്നൊരു പ്രഖ്യാപനം എപ്പോഴും നമ്മുടെ അടുത്ത്. 94-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിതമാണ്. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ സ്തോത്രം. ഇവിടെ ഭക്തൻ പറയുകയാണ്, കാൽ വഴുതുന്നു എന്ന് എൻ്റെ അകത്തൊരു ചിന്ത. അത് താൻ പറയുകയാണ്, എൻ്റെ കാൽ വഴുതും, ഞാൻ വീണു പോകും. താളടിയാകാൻ സാധ്യതകൾ മുമ്പിലുണ്ട്. കാരണം നിയമത്തിന് വിരോധമായി ശക്തമായി ആഞ്ഞടിക്കുന്ന ചില ശക്തികൾ ഉണ്ട്. എന്നാൽ എൻ്റെ കാൽ വഴുതുന്നു, വഴുതിയാൽ വീഴുമല്ലോ എന്ന വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെട്ടപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. കീഴേ ശാശ്വതമായൊരു ഭുജമുള്ളത് കൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിലും നമ്മൾ നിൽക്കുന്നത്. എത്രയോ തവണ വീണു എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴും പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമായി കീഴേ ശാശ്വത ഭുജങ്ങളാൽ അവിടെ നമ്മളെ താങ്ങിയതോർത്ത് എത്ര പേർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയും. ഇന്ന് പ്രഭാതത്തിൽ പലപ്പോഴും പറഞ്ഞില്ലേ, ഇനി നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, ചലിക്കാൻ പറ്റില്ല, ഇവിടം കൊണ്ട് തീരുമെന്നൊക്കെ ചിന്തിച്ച സമയങ്ങൾ മുൻപിൽ വന്നില്ലേ സഹോദരങ്ങളെ? പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ ദയ നമ്മെ താങ്ങി. ദൈവത്തിൻ്റെ കരുണ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായിരുന്നപ്പോഴും അകൃത്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും അതിനെ ദൈവം മറന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ചില്ലേ? അപ്പാ എന്ന് നമ്മൾ വിളിച്ചപ്പോൾ അവിടുത്തെ കരുണ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നില്ലേ? നന്ദിയോടെ എത്ര പേർ സ്തോത്രം ചെയ്യും? പലപ്പോഴും തള്ളുവന്ന പിശാച് പറഞ്ഞപ്പോൾ വീഴ്ത്താൻ വേണ്ടി അണിയറയിൽ പദ്ധതി ഒരുക്കിയപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ഇവിടം കൊണ്ട് തീരും, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച ഘട്ടങ്ങളിൽ താങ്ങിയ ഒരു ഭുജം, ബലപ്പെടുത്തിയൊരു ഭുജമുണ്ട്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ശത്രു തോൽപ്പിക്കുവാൻ, വഷം അവനെ പീഡിപ്പിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല. യഹോവയുടെ ഭുജം അവനെ ബലപ്പെടുത്തും. അത് നമ്മളെ താങ്ങുന്ന ഭുജമാണ്. മാർവിടത്തിൽ നമ്മളെ വഹിക്കുന്ന ഭുജമാണ്. നന്ദിയോടെ എത്ര പേർ സ്തോത്രം ചെയ്യും? കാൽ വഴുതിയ സഭ. അതുകൊണ്ട് ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഉടഞ്ഞ പാത്രം പോലെയാകുന്നു, ചുറ്റും ഭീതി എന്ന അപസൃതി കേൾക്കുന്നു. മരിച്ചു പോയവനെ പോലെ പലരും എന്നെ മറന്നു, പക്ഷേ ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിച്ചു. അങ്ങൻ്റെ കാലഗതികളെ മാറ്റുന്ന ദൈവം, എൻ്റെ കാലഗതികൾ അങ്ങയുടെ കയ്യിലായിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിച്ചതുപോലെ വീണു എന്ന് ചിന്തിക്കുന്ന ഇടത്ത് താഴ്ന്നു നേരിട്ടു. സഹോദരങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും താങ്ങിയൊരു ഭുജം തകർത്തു എന്ന് പലരും പറഞ്ഞു. അവർ എൻജോയ് ചെയ്തില്ലേ? തകർത്തു, ഇനിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ഇറങ്ങി വന്ന നമ്മളെ നിവർത്തിയൊരു കാര്യം, ശക്തിപ്പെടുത്തിയൊരു കരം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ കരം, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ ശാശ്വത ഭുജം, എൻ്റെ കരൽ കുറുതായി പോയിട്ടില്ല എന്ന് പറഞ്ഞ ആ ശബ്ദം, ഇന്ന് പകൽ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യാം. അവിടുത്തെ ദയയാൽ നമ്മളെത്താം. അവിടുത്തെ ദയക്കായി
നന്ദി പറയാമോ? പകൽ നേരത്ത് തൻ്റെ തേ കൽപ്പിച്ച് നമ്മളെ താങ്ങിയ ദൈവത്തിന് എത്ര പേർ നന്ദി പറയും? എത്ര പേർ നന്ദി പറയും? ഈ പ്രഭാതത്തിലും നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നിങ്ങൾ തകരത്തില്ല, കാരണം താങ്ങുന്ന ഒരുവനുണ്ട്. യെസ്, സൗഖ്യമാക്കുന്ന ഒരുവനുണ്ട്, ശക്തിപ്പെടുത്തുന്ന ഒരുവനുണ്ട്, ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്, എനിക്ക് കഴിയുമെന്ന് പറയുന്ന ഒരുവനുണ്ട്. ഞാനാകുന്നവൻ ഞാനാകാതെ, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരുവനാണ് നിന്നെ താങ്ങിയിരിക്കുന്നത്, നിന്റെ കുടുംബത്തെ താങ്ങിയത്. നിരാശപ്പെടരുത്, അവിടുത്തെ ദയ താങ്ങി. എപ്പോൾ കാൽ വഴുതുന്നു എന്ന് ചിന്തിച്ചപ്പോൾ, പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ, തളരുമ്പോൾ, നിങ്ങളുടെ കാൽ വഴുതുമ്പോൾ, ഇനി ഇവിടെ ഒന്ന് എങ്ങനെ എഴുന്നേൽക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങളെ താങ്ങുന്ന ശ്രേഷ്ഠ ഭുജം, ഉയർന്നിരിക്കുന്ന ഭുജം, വീര്യം പ്രവർത്തിക്കുന്ന ഭുജം ഇന്ന് പകലും വെളിപ്പെട്ടിരിക്കുക. സ്തോത്രം. ബലത്തോടെ ഞങ്ങൾ നിർത്തുന്നു, ശക്തിയോടെ ഞങ്ങൾ നിർത്തുന്നല്ലോ. ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. അടിപ്പണ്ട ശക്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടെ. സത്യങ്ങൾ സാധ്യമാകുന്നതിന് സ്തോത്രം. സകല മഹത്വമായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ വത്സര സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. താങ്ങുന്ന കരുത്തിലായി നമുക്ക് നന്ദി പറയാം. അവിടുത്തെ ദയക്കായി നന്ദി പറയാം. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ